ഇന്ത്യയുടെ മിസൈൽ പവറിനെ കുറിച്ച് പറഞ്ഞാൽ ബ്രഹ്മോസ്, അഗ്നി, പ്രഖർ, പ്രളയ് ഇങ്ങനെ പല പേരുകൾ നമ്മുടെ ഓർമ്മയിൽ വരും. പക്ഷെ അടുത്തിടെ ഇന്ത്യ ഉപയോഗിച്ച ഒരായുധം ആഗോളതലത്തിൽ വലിയൊരു ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഒരു ഗ്ലൈഡ് ബോംബിനെ എങ്ങനെ ഇന്ത്യയെ കൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നുവെന്ന് പല രാജ്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കാരണം ഒരു ഗ്ലൈഡ് ബോംബ് എന്ന് പറഞ്ഞാൽ അതിന് എക്സ്റ്റേണൽ ത്രസ്റ്റേഴ്സ് ഒന്നും തന്നെ കാണില്ല. ആ സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ ഇതിൽ ത്രസ്റ്റേഴ്സ് ആഡ് ചെയ്തു, എങ്ങനെ ഇതിനെ കൊണ്ട് മെനുവർ ചെയ്യാൻ കഴിയുന്നു, ഇങ്ങനെ ഇന്ത്യയുടെ മിസൈലിനെ കുറിച്ച് പലരും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മോസിന് സമാനമായ ഡാമേജസ് ഈ ഒരു മിസൈൽ കാരണവും പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതേത് മിസൈലാണ്? കൂടാതെ പ്രധാനപ്പെട്ട തീവ്രവാദ നുഴഞ്ഞുകയറ്റ റൂട്ട്സിനെ അടിസ്ഥാനമാക്കി ഇന്ത്യ തങ്ങളുടെ T-72 ടാങ്ക്സിനെ സ്ഥലം മാറ്റം തുടങ്ങിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. എയർ ടു സർഫസ് വെപ്പൺസ്, അതായത് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൽ നിന്നും ഭൂമിയെ നോക്കി അയക്കുന്ന മിസൈലുകൾ, ബോംബുകൾ, ഇവ രണ്ടിനും വ്യത്യാസമുണ്ട്. ഇങ്ങനെ വിമാനത്തിൽ നിന്നും ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള ജെറ്റ് എൻജിൻസ് ഓൺ ആവുകയും ലക്ഷ്യത്തെ നോക്കി വളരെ വേഗത്തിൽ അത് പോവുകയും ചെയ്യും. ഒരു റോക്കറ്റ് മോട്ടോഴ്സ്, ഡുവൽ പൾസ് സോളിഡ് മോട്ടോഴ്സ് അല്ലെങ്കിൽ ഡുവൽ പൾസ് മോട്ടോഴ്സ്, ഇങ്ങനെ പല വേരിയൻസ് ഉണ്ട്. ഇതിന്റെ പരമാവധി വേഗത ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 4-5 ഇരട്ടി കൂടുതലുണ്ട്. ഇത് ഒരു ടൈപ്പാണ്. മറ്റൊരു തരം കൂടെ ഉണ്ട്, അതാണ് ഗ്ലൈഡ് ബോംബ്സ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ധാരാളം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പക്കലും ഈ ഒരു ഗ്ലൈഡ് ബോംബ്സിന്റെ പ്രത്യേക ഒരു പരിപാടിയുണ്ട്. ഒന്ന് കഥക്, മറ്റൊന്ന് ഗൗതം. ഇങ്ങനെ 2 വേരിയന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സേനയിൽ ഇത് ചേർക്കാനുള്ള പണികളും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഈ ഗ്ലൈഡ് ബോംബ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എക്സ്റ്റേണൽ റോക്കറ്റ് മോട്ടോഴ്സ് ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മളൊരു പേപ്പർ റോക്കറ്റ് പറത്തി കാറ്റിൽ വിടുമ്പോൾ അതെങ്ങനെയാണോ കാറ്റിൽ പറന്നുകൊണ്ട്, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും നമ്മൾ നൽകിയ ഒരു പ്രഷറും ഉപയോഗിച്ച് അതെങ്ങനെയാണോ പറന്നുകൊണ്ട് പോകുന്നത്, അതുപോലെയാണ് ഒരു എയർക്രാഫ്റ്റിൽ നിന്നും ലോഞ്ച് ചെയ്യുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ചും അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വിങ്സ് ഉപയോഗിച്ച് യാതൊരു ശബ്ദവുമില്ലാതെ പറന്ന് ചെന്ന് അതിന്റെ ലക്ഷ്യത്തെ നിർവീര്യമാക്കുന്നതാണ് ഗ്ലൈഡ് ബോംബ്സ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, മിസൈൽസ് പോലെ തന്നെ ഗ്ലൈഡ് ബോംബ്സിൽ ബൂസ്റ്റേഴ്സ് ഉണ്ടാവുകയില്ല, അതിന്റെ എൻജിൻസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ശബ്ദമേ ഇല്ലാതെ വന്ന് ആക്രമിക്കും. രണ്ടും വേറെ വേറെ കാറ്റഗറിയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ പക്കൽ ഒരു മിസൈൽ ഉണ്ട്. അതിന്റെ പേര് ഖഗണ്ട മിസൈൽ. പേര് തന്നെ വളരെ വ്യത്യസ്തമാണല്ലോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2 കാറ്റഗറി, ഒന്ന് മിസൈൽ, മറ്റൊന്ന് ഗ്ലൈഡ് ബോംബ്സ്. ഇവ രണ്ടും ചേർത്ത് ഫ്യൂഷനായി നിർമ്മിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതിന്റെ ഔട്ട്കം ആണ് ഈ ഖഗണ്ട മിസൈൽ. സാധാരണയായി ഒരു ഗ്ലൈഡ് ബോംബിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഇവയെ കൊണ്ടും ചെയ്യാൻ സാധിക്കും. എന്നാൽ സാധാരണ ഗ്ലൈഡ് ബോംബ്സിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ മിസൈലിന്റെ ഗൈഡൻസ് സിസ്റ്റംസ്, ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, ലേസർ ഗൈഡൻസ് സിസ്റ്റം ഇവയൊന്നുമല്ല. IR സ്പീക്കേഴ്സും ഉണ്ട്, പക്ഷെ ഇവയൊന്നുമല്ല. ഇതിൽ എക്സ്റ്റേണൽ ത്രസ്റ്റേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ത്രസ്റ്റേഴ്സിന്റെ ജോലി എന്താണെന്ന് നോക്കിയാൽ, ഈ മിസൈൽ വായുവിൽ അങ്ങനെ പറന്നു പോകുമല്ലോ, അപ്പൊ അതിന്റെ പാതയൊന്ന് മാറ്റണം. ഗ്ലൈഡ് ബോംബ്സിനെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ഇതിനകം തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇന്നുള്ള ഈ സഫോസ്റ്റിക്കേറ്റഡ് എൻവയോൺമെന്റിൽ ഈ ഒരു ഗ്ലൈഡ് ബോംബ്സിന്റെ അക്യുറസി വളരെ കുറവാണ്. നമ്മൾ അതിന്റെ ഗൈഡൻസ് സിസ്റ്റം എത്ര തന്നെ ഇംപ്രൂവ് ചെയ്താലും അതിന് എക്സ്റ്റേണൽ ത്രസ്റ്റ് നൽകാൻ യാതൊരു വഴിയുമില്ല. നിങ്ങൾ ഒരു നേർരേഖയിൽ ഒരു വസ്തുവിനെ അയക്കുകയാണ്. അതിന് ആവശ്യമായ പ്രേരണയുണ്ടെങ്കിൽ മാത്രമേ അതിനെ കൊണ്ട് അതിന്റെ ലക്ഷ്യത്തിൽ പതിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ ഇൻപുട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴി നൽകുന്നത് മൂലമോ അല്ലെങ്കിൽ അതിന്റെ ഈ ചിറകുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി മാത്രം ഇതിനെ കൊണ്ട് 100% അതിന്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചവർ ഇതിനൊരു പരിഹാരവും കണ്ടെത്തി. അതാണ് എക്സ്റ്റേണൽ ത്രസ്റ്റേഴ്സ് ഇതിൽ ആഡ് ചെയ്തത്. ലളിതമായ ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലൈഡ് ബോംബ്സിൽ എക്സ്റ്റേണൽ ത്രസ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. ചെറിയൊരു എൻജിൻ ആഡ് ചെയ്ത് അതിനെ ഒരു മിസൈലായി ഉപയോഗിക്കാം, ഒരു ഗ്ലൈഡ് ബോംബായും ഉപയോഗിക്കാം എന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ ഫലം ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാധാരണ 120 മുതൽ 130 കിലോമീറ്റർ റേഞ്ചുള്ള ഈ ഒരു മിസൈൽ, അതായത് 12 കിലോമീറ്റർ മുകളിൽ നിന്നും ലോഞ്ച് ചെയ്താൽ 120-130 കിലോമീറ്റർ പോകാൻ കഴിവുള്ള ഈ ഒരു മിസൈൽ പിന്നീട് ത്രസ്റ്റേഴ്സ് ആഡ് ചെയ്തതിനു ശേഷം 160-170 കിലോമീറ്റർ എന്ന രീതിയിൽ റേഞ്ച് വർദ്ധിച്ചു. അപ്പോൾ അകത്തേക്ക് വരുന്ന ഈ ഒരു മിസൈലിന് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഈ മിസൈലിന് ത്രസ്റ്റ് നൽകുന്ന എഞ്ചിൻ ഓൺ ആയാൽ മാത്രമേ ശത്രുക്കളുടെ റഡാറിനെ കൊണ്ടോ അല്ലെങ്കിൽ ശത്രുക്കളുടെ എയർ സീക്കറിനെ കൊണ്ടോ അല്ലെങ്കിൽ ശത്രുക്കളുടെ IR സീക്കറെ കൊണ്ടോ അകത്തേക്ക് ഇങ്ങനെ ഒരു മിസൈൽ വരുന്നു എന്നുള്ളത് തന്നെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ വളരെ താഴെ ഈ ഒരു മിസൈൽ വരുന്നത് വരെയും, അതായത്
അതിൻ്റെ ഒരു ലക്ഷ്യം 100 കിലോമീറ്റർ ആണെങ്കിൽ ഒരു 70-80 കിലോമീറ്റർ വരെയും അത് അകത്തേക്ക് വരുന്നത് വരെയും ഈ ഒരു മിസൈൽ അതിന്റെ ത്രസ്റ്റർ ഓൺ ചെയ്യുകയില്ല. ഇനി ടാർഗറ്റിന്റെ അടുത്തേക്ക് അത് എത്തിയാൽ അല്ലെങ്കിൽ വീണ്ടും ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന സാഹചര്യം ഉള്ളപ്പോൾ മാത്രമേ അതിന്റെ ത്രസ്റ്റേഴ്സ് ഓൺ ചെയ്യുകയുള്ളൂ. ഇങ്ങനെ ത്രസ്റ്റേഴ്സ് ഓൺ ചെയ്യുമ്പോൾ പ്രീ പ്ലാൻഡ് ടാർഗറ്റിലേക്ക് അത് മൂവ് ആകുന്നു. ഇപ്പോൾ അതിന് ടാർഗറ്റ് എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും നൽകിയിട്ടുണ്ട്. എയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെ കൊണ്ട് ബിയിലേക്ക് പോകാൻ കഴിയും. വിശദമായി പറഞ്ഞാൽ പോയിന്റ് എ എന്നത് ഒരു സ്ഥലത്തുണ്ട്. അതിൽ നിന്നും ഒരു 3 അല്ലെങ്കിൽ 5 കിലോമീറ്റർ കഴിഞ്ഞാണ് പോയിന്റ് എ ഉള്ളത്. അപ്പോൾ ആ പോയിന്റ് ബിയെ പോലും ഈ ഒരു മിസൈലിനെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. സത്യത്തിൽ ഈ ഒരു ടെക്നോളജി ഇന്ന് വരെയും മറ്റേതൊരു രാജ്യവും സൃഷ്ടിച്ചെടുത്തിട്ടില്ല. ഇതൊരു ടെക്നോളജി എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു പുതിയ ഇന്നോവേഷൻ എന്ന് തന്നെ പറയാം. ഇത് സിമ്പിളായൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ വെറുതെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇന്ത്യ ഇവിടെ ചെയ്തു കാണിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇത് നിർമ്മിച്ചിരിക്കുന്നത് JSR എന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി. ഈ കമ്പനിയുടെ ഓണർ നിയോൺ എന്ന ഇന്ത്യയുടെ റിട്ടയർഡ് എയർ മാർഷൽ ആണ്. അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഫീൽഡ് എക്സ്പീരിയൻസ്, എയർഫോഴ്സിന് എന്തെല്ലാം നിബന്ധനകളുണ്ട്, അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതെല്ലാം പൂർണ്ണമായും വിശകലനം ചെയ്ത് അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ വലിയൊരു നവീകരണമായി മാറിയിരിക്കുകയാണ്. ഇതിനകം തന്നെ ടോർപിഡോസിൽ നമ്മൾ ഒരു നവീകരണം നടത്തി. സ്മാർട്ട് ടോർപിഡോ നമ്മൾ മിസൈലിൽ വയ്ക്കുകയും അതിനെ 1000 കിലോമീറ്ററിനപ്പുറത്തേക്ക് തൂക്കി വീശുകയും അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലൈഡ് ബോംബ്സിൽ എക്സ്റ്റേണൽ ത്രസ്റ്റേഴ്സ് ആഡ് ചെയ്ത് അതിന് ഇങ്ങനെയും പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ബ്രഹ്മോസിന് പാരലൽ ഇതിനകം Su-30 നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യുകയും ബാറ്റിൽ ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ലോകത്തിലുള്ള നിരവധി രാജ്യങ്ങൾ ഈ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഗ്ലൈഡ് ബോംബിൽ ത്രസ്റ്റേഴ്സ് ആഡ് ചെയ്യുക എന്നത് സാധാരണ കാര്യമല്ല. സാധാരണ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എയറോഡൈനാമിക്സ് എല്ലാം മാറും. അതിലൊരുപാട് മാറ്റം സംഭവിക്കും. അപ്പോൾ ഈ എയറോഡൈനാമിക്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ വായുവിന്റെ ഘർഷണം മൂലം അതിന്റെ ഉയരം ക്രമേണ കുറയാൻ തുടങ്ങും. കൃത്യമായി അതിന്റെ ലക്ഷ്യത്തിലേക്ക് അത് എത്താനും സാധിക്കില്ല. ഇപ്പോൾ ബൂസ്റ്റേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിലും അതിൽ ഇന്ധനം നിറയ്ക്കേണ്ടി വരും. ഗ്ലൈഡ് ബോംബ്സിൽ എക്സ്റ്റേണൽ ഫ്യൂൽ പോട്ട്സ് ആഡ് ചെയ്യുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. ഇതെല്ലാം ഇന്ത്യ എങ്ങനെ മറികടന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതിന്റെയൊക്കെ ഒരു ടെക്നോളജി അറിയാനായി പല രാജ്യങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇൻഫിൽട്രേഷൻ അറ്റംപ്റ്റ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടെ പറയാറുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന പല സാഹചര്യം, ആ പ്രദേശങ്ങളെ നോക്കി, പ്രധാനമായും ഉറി പൂഞ്ച് സെക്ടേഴ്സിനെ നോക്കി ഇന്ത്യ അവരുടെ ടാങ്ക് ബറ്റാലിയൻസിനെയും T-72 ടാങ്ക്സിനെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ധീരമായ ഒരു നീക്കമാണ്. പിരിമുറുക്കമൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഈ ഒരു ടാങ്ക്സിനെ അതിർത്തെ നോക്കി കൊണ്ടുപോകുന്നത് ഇത് ആദ്യമായാണ്. ഇതിനു മുൻപ് യുദ്ധഭീതി ഉണ്ടായിരുന്ന സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ടാങ്ക്സിനെ നമ്മൾ അങ്ങോട്ടേക്ക് നീക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് പോലും പാകിസ്ഥാന്റെ 18 ഔട്ട് പോസ്റ്റേഴ്സിനെ നമ്മുടെ T-72 ടാങ്ക്സ് വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ഏത് വഴികളിലൂടെയെല്ലാമാണോ പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത്, ആ സ്ഥലങ്ങളെല്ലാം ലക്ഷ്യം വെച്ച് T-72 ടാങ്ക്സ് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കാണാം ആരാണ് ഈ ട്രാപ്പിൽ അകപ്പെടാൻ പോകുന്നത് എന്ന്. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.